അയ്യോ വണക്കം. ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും ആഘോഷവും ഗുമ്മും അങ്ങോട്ട് തീരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും അറുമാദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇലക്ഷനിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില ഫേസസ് ഉണ്ട്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആ ഒരു ഭരണ കാലയളവിൽ ദ്രോഹിച്ച ഏറ്റവും കൂടുതൽ മനുഷ്യർ ഈ ലോകത്തുണ്ട്, അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ആ കേരളത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കും യദു എന്ന് പറയുന്ന KSRTC ഡ്രൈവർ. ഇലക്ഷൻ കഴിയുമ്പോൾ യദുവിനൊരു താങ്ക്സ് പറയാതെ യാതൊരു നിവൃത്തിയില്ല. ഇപ്പോൾ പാവപ്പെട്ട ചെറുപ്പക്കാരൻ സ്വിഗ്ഗി ഓടുകയാണ് എന്നുള്ളതാണ്. പാവപ്പെട്ട, അതായത് ഒരു കോമൺ മാൻ്റെ പ്രതിനിധിയാണ് ഈ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. KSRTCയിലെ ബെസ്റ്റ് ഡ്രൈവറായിരുന്നു യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഈ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ബസ്സിനെ കുറുകെ തടഞ്ഞു നിർത്തി നമ്മുടെ മേയർ ഉണ്ടല്ലോ, നമ്മുടെ കുണുവാവ ഇറങ്ങി വന്ന് വിത്ത് ഭർത്താവിൻ്റെ സഹോദരൻ ഇറങ്ങി വന്ന് യദുവിനെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ബസ് കുറച്ച് സ്പീഡ് കൂടിപ്പോയി, അല്ലെങ്കിൽ ഇവർക്ക് ബസ് എന്ത് ചെയ്തില്ല, സൈഡ് വാര ഒരുങ്ങി ഫ്രണ്ടിലോട്ട് കയറിപ്പോകാനുള്ള ആ ഒരു സെറ്റപ്പ് കൊടുത്തില്ല. അതുകൊണ്ടാണ് അതിഭീകരമായിട്ട് അന്ന് മേയർ വഴിയിൽ ഇത് തടഞ്ഞു നിർത്തി ഷോ കാണിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, UDF ഇപ്പം 102 സീറ്റ് നേടി നിൽക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ക്രെഡിറ്റ് അതിൽ 100-ൽ 10% നമ്മുടെ മേയർക്കുള്ളതാണ്, മുൻ മേയർക്കുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു വിധ നിർവാഹവുമില്ല. അങ്ങനെ വലിയ സൈനൊക്കെ കാണിച്ച്, വലിയ സംഭവമൊക്കെ കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്ന് നമ്മുടെ മേയർ കുണുവാവയ്ക്ക് മനസ്സിലായി. അവസാനം ആ ചെറുപ്പക്കാരനെ ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ആ ചെറുപ്പക്കാരനെ ദ്രോഹിച്ചു. പോരാത്തതിന് ആ ചെറുപ്പക്കാരൻ ബസ്സിൽ ശംഭു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ശംഭുവിൻ്റെ പാക്കറ്റ് അവൻ ചുരുട്ടി കൂട്ടുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സഖാക്കന്മാരുടെ ഒരു മെയിൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അതായത് നമ്മളെ എതിർക്കുന്നവരെ ഒന്നുകിൽ നമ്മൾ പെണ്ണ് കേസിൽ പെടുത്തും, അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പെടുത്തും. പിന്നെ ഇപ്പോൾ കഞ്ചാവൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പോൾ നമ്മൾ LDF ഭരിച്ച് കേരളം MDMAയുടെ ഈറ്റില്ലോണ്. അങ്ങനെ MDMA കേസിലൊക്കെ പെടുത്താനായിട്ട് നമ്മൾ ഒരു ശ്രമമൊക്കെ നടത്തും. അല്ലെ ഗ്ലൂക്കോസ് പൊടിയൊക്കെയാണ് അവൻ തിന്നുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് MDMA എന്നൊക്കെ വിളിച്ച് പറയാമല്ലോ. അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ കൊണ്ടുവന്ന് യദുവിനെ എന്ത് ചെയ്തു, യദുവിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമം നടത്തി. അതും പോരാഞ്ഞിട്ട് ഏറിയെന്നൊരു നടിയെ കെട്ടിയിറക്കി. എന്നിട്ട് ആ നടി പറയുകയാണ്, എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അന്നും ഇതേ ഡ്രൈവർ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ എന്നാ നടിയും പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ആദ്യത്തെ തോൽവി നമ്മുടെ മേയർ അമ്മയായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മേയർ ഊട്ടി കുണുവാവയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ അടിച്ച് കൈ കൊടുത്ത് ജനങ്ങൾ എന്നുള്ളതാണ് നമുക്കറിയാവുന്നൊരു കാര്യം. ഇനി രണ്ടാമത്തെ തോൽവി എന്ന് പറയുന്നതാണ് നല്ല യമണ്ടൻ തോൽവി. യവൻ തോക്കണമെന്ന് എൻ്റെ അമ്മച്ചിയാണ്, ഞാൻ മുടിപ്പര അമ്മച്ചിക്ക് മന ഉരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തൊരു അഹങ്കാരം, എന്തൊരു ധാഷ്ട്യം. പിണറായി ഒന്നുമല്ല ഇവൻ്റെ മുമ്പിലൊന്നും തോന്നിപ്പോയി ധാഷ്ട്യം കണ്ടു കഴിഞ്ഞാൽ. വേറെ ആരുമല്ല, നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള നമ്മുടെ KB ഗണേഷ് കുമാർ. അമ്മാതിരി ധാഷ്ട്യം, അങ്ങേയറ്റം മാടമ്പിത്തരം. പോരാത്തതിന് ഇവൻ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ അവൻ്റെ വീട്ടിലെ വേലക്കാരനെ പോലെയാണ് അവൻ സംസാരിക്കുന്നത്. നമ്മളെന്തൊരു ഇവൻ്റെ അടുത്തെന്തോ ഔദാര്യത്തിന് പോയി നിൽക്കുന്നത് പോലെയാണ് അവൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും KSRTC ഡ്രൈവർമാരും മറ്റേ വെള്ളക്കുപ്പി എടുത്ത് ജസ്റ്റ് കുടിക്കാനായിട്ട്, ശമ്പളമേ ഇല്ല, വെള്ളക്കുപ്പി എടുത്ത് കുടിക്കാനായിട്ട് ആ ബസ് ഓടിക്കുന്ന അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി നിർത്തി ചാടി ഇറങ്ങി ഭയങ്കര ഷോയാണ്. ഷോ കാണിക്കുമ്പോൾ അവന് 10-15 ചാനൽ കൂടെ ഉണ്ട്. മറ്റേ മാല കഴുത്തിലിടും പോലെയാണ് ലേപ്പൽ മൈക്ക്. ഇവിടെ ഒരെണ്ണം, ഇനി കുത്താൻ വേറെ ഒരെണ്ണം ഇല്ല. അങ്ങനെയാണ് ലേപ്പൽ മൈക്കും കൊണ്ടുവന്ന് ആദ്യഭീകരമായിട്ടുള്ള ഷോ കാണിക്കുന്നത്. ഇമാതിരി ഒരു വൃത്തികെട്ട ഒരു മന്ത്രിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിണറായി ജനങ്ങളെ കാണാതെ പോകുമെന്നെങ്കിലും പറയാം. ഇതങ്ങനെയല്ല, ജനങ്ങൾക്കിടയിൽ വന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഡേ നീ അങ്ങനെ ചെയ്താ, നീ ഇങ്ങനെ ചെയ്താ, നിൻ്റെ അച്ഛൻ എവിടെയാടാ, നീ കാട്ടാക്കട എവിടെ ഉള്ളടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഡയലോഗാണ്. ചില ബൂമർ അമ്മാവന്മാരെ പോലെ നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാമെന്നുള്ളത് തന്നെ. നീ കാട്ടാക്കട എവിടെ ഉള്ളടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ജനങ്ങളെ മെക്കിട്ട് കയറുന്നത്. പോരാത്തതിന് ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ടല്ലോ, യവൻ തോറ്റപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്, പായസം വയ്ക്കുകയാണെന്നുള്ളതാണ് കാര്യം. അളിയന് 18 വയസ്സ് തികയും മുമ്പേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. എന്നിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാരായിട്ട് ദ്രോഹിക്കുകയാണ്. പാവപ്പെട്ട നമ്മൾ കേരളത്തിൽ ഡ്രൈവിങ്ങിന് ലൈസൻസ് എടുക്കാൻ പോകുമ്പം അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കുകയില്ല. പോരാത്തതിന് ദുബായിൽ ലൈസൻസ് എടുക്കും പോലെ നമുക്ക് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റപ്പൊക്കെ കൊണ്ടുവന്ന അണ്ണനാണിത് എന്നുള്ളത് മറ്റൊരു കാര്യം. റോഡൊക്കെ കിടക്കണ കാണണം. അങ്ങ് ദുബായിൽ റോഡ് പോലെ ആയിരുന്നെങ്കിൽ ദുബായിൽ ഓട്ടിക്കുമ്പോൾ ഇവിടെ കിടന്ന് ഓട്ടിക്കാമായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ KB ഗണേഷ് കുമാർ അണ്ണൻ ജീവിതത്തിൽ ആദ്യത്തെ തോൽവിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പോയി വീട്ടിൽ എന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. വീട്ടിൽ മറ്റേ ടോയ് കാറും ടോയ് ട്രെയിനൊക്കെ ഇല്ല, അതൊക്കെ ഓട്ടിച്ച് അവിടെ ഇരിക്കാം. പിന്നെ പോരാത്തതിന് സ്ത്രീ വിഷയത്തിൽ ഇതുപോലൊരു വേട്ടാവളിയെ നമ്മുടെ കേരളം കണ്ടു കാണൂല എന്നുള്ളതറിയാം. എന്നിട്ടാണ് ഉമ്മൻചാണ്ടിയെ കുറ്റം പറയുന്നത്. സ്ത്രീ വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യ ഭീകരമാണ്. അവസാനം
ഇയാളുടെ ഭാര്യ വരെ ഇയാൾ ഒരു പെണ്ണിൻ്റെ കൂടെ പിടിച്ചു എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയുണ്ടായി. ഇയാൾ ഒരു പെണ്ണിൻ്റെ കൂടെ പിടിച്ചു എന്നിട്ട് ആ ഭാര്യ ഇയാൾ ഖരാവോ ചെയ്ത് അവരെ ഫോണും പിടിച്ചു വാങ്ങിച്ചു. അവർ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഫോട്ടോ ഒക്കെ വെളിയിൽ വന്നെങ്കിൽ നാണം കെട്ടാൻ അഴിവിയേന്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് KB ഗണേഷ് കുമാർ കടന്നുപോയത്. അതിൻ്റെ ഇടയിൽ ഈ യദുവിനെ KB ഗണേഷ് കുമാർ അതിഭീകരമായിട്ട് ആക്രമിക്കുമായിരുന്നു. കാരണം യവനൊന്നും ഒരു KSRTC ഡ്രൈവർ ആവാനുള്ള യാതൊരു യോഗ്യതയുമില്ല, ഇവൻ വണ്ടി ഓടിക്കുന്നതന്നെ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട വാചകങ്ങൾ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ പോയി അവൻ്റെ കയ്യും കാലും പിടിക്കാൻ നിൽക്കുകയാണ്. ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ട് മുകളിലിരിപ്പുണ്ടല്ലോ. ആ ദൈവം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ കയ്യും കാലും പിടിക്കാനായിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല, വയറ്റിലോട്ട് വെള്ളം ഒഴിക്കണ്ടേ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവൻ്റെയൊക്കെ കയ്യും കാലും പിടിക്കാനായിട്ട് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ പോയി നിൽക്കുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരനെ ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേറ്റം ദ്രോഹിച്ചു. ഇനി ഏതൊക്കെ തട്ടിലിട്ട് നോക്കിയാലും മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ യദുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മേയർ ആര്യ രാജേന്ദ്രനാണ് വാഹനം തടഞ്ഞു നിർത്തിയത്. ആദ്യത്തെ കാര്യം, KSRTC ബസ് ഓടുന്ന KSRTC ബസ് തടഞ്ഞു നിർത്തുന്നത്, അതിലെ ഡ്രൈവറെ ഖരാവോ ചെയ്യുന്നത്, ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരാളെ തടയുന്നത് വലിയ കുറ്റമാണ്. അപ്പോൾ അതിന് ഒരു നടപടിയില്ല. കുറ്റപത്രത്തിൽ നിന്ന് മേയറിൻ്റെ പേര് നൈസായിട്ട് എടുത്തു മാറ്റി. ഇവർ വിചാരിച്ച് 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ച് എല്ലാവരും എല്ലാം മറന്നു കാണുമെന്ന്. ആരും അങ്ങനെ ഒന്നും മണക്കൂല ഒന്നും. അങ്ങനെ KSRTCയിൽ യദുവിൻ്റെ പേരെടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് കുറ്റപത്രത്തിൽ നിന്ന് മേയറിൻ്റെ പേരെടുത്ത് മാറ്റി. CCTV വിഷ്വൽസ് ഉണ്ടല്ലോ, അകത്ത് മെമ്മറി കാർഡായിട്ട് CCTV വിഷ്വൽസ് ഉണ്ട്. അതിനകത്ത് മേയറുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് ചാടിക്കേറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ CCTV വിഷ്വൽസ് എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ CCTV വിഷ്വൽസ് കാണാനില്ല. CCTV വിഷ്വൽസ് കാണാനില്ല എന്നുള്ളതല്ല, ആ മെമ്മറി കാർഡ് പോലും കാണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രണ്ടാമത് KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട മന്ത്രിയെ പൊട്ടിച്ച് വീട്ടിയിരുത്തി എന്നുള്ളതാണ്. പത്തനാപുരത്തെ ബസ് ഡിപ്പോയിൽ പോയി നോക്കണം, ലെവൻ്റെ ഗുണ്ടകളാണ് മൊത്തം ലെവൻ്റെ. അവിടെ പിന്നെ ആൾക്കാർക്ക് തേരാപ്പാര തലങ്ങും വിലങ്ങും ബസ് ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ ആർക്കും റെസ്ട്രിക്ഷനൊന്നുമില്ല. കാരണം KB ഗണേഷ് കുമാറിൻ്റെ ഗുണ്ടകളാണ് അവിടെ മൊത്തം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചില തെലുങ്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അങ്ങനെ ആളിയെയും പൊട്ടിച്ച് വീട്ടിയിരുത്തി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ്. പാവപ്പെട്ട മനുഷ്യൻ, വാ തുറക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. കുത്തിത്തിരിപ്പൊക്കെ കൈ കാണുമായിരിക്കും, എങ്കിലും വാ തുറക്കുന്നത് പോലും കണ്ടിട്ടില്ല. ആകപ്പാടെ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്നപ്പോൾ അവർ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. സച്ചിൻ ദേവ് എന്ന് പറയുന്ന ആ പാവപ്പെട്ട MLA, എനിക്ക് തോന്നുന്നു ബാലുശ്ശേരിയിൽ നിന്നാണ് ജയിച്ചതെന്ന് തോന്നുന്നു, പുള്ളിക്കാരനെയും പൊട്ടിച്ച് ഇനി വീട്ടിൽ ഇരുന്നു സാറേ എന്നാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഈ 3 എണ്ണത്തിനോടും പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒന്നും മറക്കുന്ന ടീമില്ല. അതുകൊണ്ട് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു മുഖമാണ് യദുവിൻ്റെ മുഖം എന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം പാവപ്പെട്ട മനുഷ്യൻ, അതായത് കോമൺ മാൻ്റെ പ്രതീകമാണ് യദു എന്ന് പറയുന്നത്. ഏത് കൊമ്പത്തിരിക്കുന്നവൻ പാവപ്പെട്ട ജനങ്ങളെ, കോമൺ മാനെ നോവിച്ചാലും ദ്രോഹിച്ചാലും ജനാധിപത്യം എന്നുള്ളൊരു സാധനമാണ്. ജനങ്ങളാണ് രാജാവ്. ജനങ്ങൾ പറയും പൊക്കോ, വീട്ടിൽ പോയിരുന്നോ എന്ന് ജനങ്ങൾ പറയും. അപ്പോൾ ശരി.